KJ ഷൈൻ ടീച്ചർക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ അന്വേഷണം ഊർജിതമായി തുടരുകയാണ് എന്നാണ് വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ പറയുന്നത്. കേസിലെ പ്രതിയായ കോൺഗ്രസ് നേതാവ് CK ഗോപാലകൃഷ്ണന്റെ ഭാര്യയെ ആക്രമിച്ചു എന്നുള്ള രീതിയിൽ പരാതി വന്നതിനെക്കുറിച്ചും KN ഉണ്ണികൃഷ്ണൻ MLA പ്രതികരിച്ചു. ഗോപാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഭാര്യ കൗണ്ടർ പരാതി നൽകിയതാകാം എന്നായിരുന്നു പ്രതികരണം. ഞാൻ പരാതി കൊടുത്തിരുന്നു. മുഖ്യമന്ത്രിക്കും DGPക്കും നമ്മുടെ ആലുവ SP-ക്കും വൈപ്പിനുൾപ്പെടുന്ന മുനമ്പം DYSP-ക്കും ഞാൻ പരാതി നൽകിയിരുന്നു. പരാതിയെ തുടർന്നുള്ള അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. ചിലർക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവർ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിരിക്കുകയാണ്. തുടക്കമിട്ടത് മിസ്റ്റർ ഗോപാലകൃഷ്ണനാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രതികരണങ്ങളൊക്കെ സമൂഹത്തിൽ വരുമല്ലോ. അപ്പോൾ അതിനൊരു കൗണ്ടർ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിൽ ആ സഹോദരി കൊടുത്തതായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. കൗണ്ടർ വരുന്നതിന് വേണ്ടി അവരെ പ്രത്യേകിച്ച് ആരും അങ്ങനെ അവഹേളിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നു. അല്ല, ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അത് ഏറ്റവും കൂടുതൽ അതിൻ്റെ പ്രചാരകരായിട്ട് വന്നിട്ടുള്ളത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ട്, പ്രവർത്തകരുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, ഒട്ടേറെ മണ്ഡലം ഭാരവാഹികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ആ വിവരങ്ങളൊക്കെ ഞാൻ പോലീസിന് നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് വ്യക്തമാക്കുന്നത് ശരിയല്ല. അത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ പറയാം. ആലോചനയുടെ കേന്ദ്രമൊക്കെ ഈ നമ്മുടെ ജില്ലയിലും പറവൂരും തിരുവനന്തപുരത്ത് ഷാജഹാൻ്റെ കേന്ദ്രമൊക്കെ ആയിട്ടായിരിക്കുമല്ലോ. പക്ഷേ ഇത് ഏറ്റെടുക്കുന്നത് സൈബർ ആക്രമണത്തിൻ്റെ പ്രത്യേകത പിന്നീട് ഏറ്റെടുക്കുന്നത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന എന്ന് കരുതപ്പെടുന്ന ആളുകൾക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ എതിർ രാഷ്ട്രീയം, വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ആളുകൾ പിന്നെ ഇത് ഏറ്റെടുക്കുമല്ലേ. അതല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ശമനം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയുള്ള വ്യാജ പ്രചരണം നടത്തുന്ന ആളുകൾ ഇത് നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്.